ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് ന്യൂയോർക്ക് സിറ്റിയാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരിടത്ത് ന്യൂയോർക്ക് സിറ്റിയിലെ സെന്റർ ഭാഗത്തായിട്ട് ഒരു വലിയ പാർക്ക് ഉണ്ട്. വലിയൊരു പാർക്കാണ്, ഒരുപാട് പേര് ദിനവും വന്നു പോകുന്നൊരു പാർക്ക്. ആ ഒരു സെന്റർ പാർക്കിൽ ഇപ്പോൾ രാവിലെ 8:33. അവിടെ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നുണ്ട്, ജോഗിങ്ങിന് പോകുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നതും അവിടെ സൈഡിലായിട്ട് രണ്ട് സുഹൃത്തുക്കൾ ഇരിക്കുകയാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വശത്ത് ഓടിക്കൊണ്ടിരുന്ന ഓഫീസിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്ന എല്ലാവരും പ്രതിമ പോലെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവള് പെട്ടെന്ന് പേടിച്ചിട്ട് അടുത്തുള്ള ഒരു സുഹൃത്തിനോട് ചോദിക്കും, അല്ല ഇവരെല്ലാവരും എന്തെങ്കിലും പ്രാങ്ക് ചെയ്യണോ അതോ അഭിനയിക്കുമല്ലോ ആണെന്ന് ചോദിക്കുമ്പോൾ ഒരാളോ രണ്ടുപേരോ ഒരു 10 പേരോ അഭിനയിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഒരു 1000 പേര് 100 പേരൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതേസമയം തന്നെ കാണിക്കുമ്പോൾ ഈ അനങ്ങാതെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം റിവേഴ്സിൽ ഇങ്ങനെ നടന്നു പോകുന്നു. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോൾ കൂടെയുള്ള 1-2 പേരും റിവേഴ്സിൽ നടക്കുന്നുണ്ട്. അതുമല്ലാതെ ആ ഒരു പെണ്ണിന്റെ അടുത്തിരുന്ന സുഹൃത്തുണ്ടല്ലോ, അവളാണെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നേരം അനങ്ങാതെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ബോധം വരുന്നതും അവൾക്കാണെങ്കിൽ ഒരു കാര്യം ഓർമ്മയില്ല. അവൾ ഏത് പേജാണ് വായിച്ചത്, എന്ത് ബുക്കാണ് വായിച്ചതെന്ന് പോലും സ്വയബോധമില്ലാതെ എന്തൊക്കെയാ പറയുന്നു. അതുമല്ല അവളുടെ തലമുടിയിലാണെങ്കിൽ മുടി കെട്ടിവെക്കാൻ നേരത്തെ എന്തോ ഒരു കമ്പി പോലെ എന്തോ ഒന്നുണ്ട്. അത് തലയിൽ നിന്ന് വലിച്ചൂരി അവളുടെ കഴുത്തിലേക്ക് അങ്ങനെ കുത്തിയിറക്കി അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാർക്കിൽ എങ്ങനെയായി? അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാർക്കിന് അടുത്തുള്ള അപ്പാർട്ട്മെന്റുകൾ കാണിക്കുകയാണ്. അവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിൽ ഈ കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്. അതേസമയം എഞ്ചിനീയർമാരും എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തൻ താഴെ വീണെന്ന് പറഞ്ഞിട്ട് ഇവരോടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് അടുത്തൊരാൾ വന്ന് വീഴുന്നു. അയ്യോ അവന് വീണോ എന്നും പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആഹാ, കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ മുകളിലുള്ള എല്ലാവരും ഇപ്പോൾ താഴേക്കെടുത്ത് അങ്ങനെ ചാടുകയാണ്. എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം എല്ലാം നടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു കോളേജാണ് കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഏലിയായിട്ടുള്ളത്. അവനിപ്പോൾ എല്ലാവർക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ന്യൂയോർക്ക് ടൈം എന്ന് പറഞ്ഞ ആ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നു. അതിൻ്റെ ഹെഡ്ലൈൻ എന്താണെന്നറിയോ? അമേരിക്കയിലുള്ള എല്ലാ തേനീച്ചകളും പെട്ടെന്നൊരു ദിവസം കാണാതായെന്ന്. ഒരുപക്ഷെ ആ ഒരു കോടിക്കണക്കിന് തേനീച്ചകളെ കാണാതായെങ്കിൽ, ഒരുപക്ഷെ ഈ ഒരു തേനീച്ചകൾ ചത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം താഴെ വീണ് കിടക്കണം. അതൊരിക്കലും കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല, ഇനി എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് ചോദിച്ചിട്ടില്ല. കോടിക്കണക്കിന് പ്രാണികൾ ഒറ്റ ദിവസം കൊണ്ട് കാണാതാവുക എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അതിനെല്ലാം പെട്ടെന്ന് കാണാതായത്? എന്തായിരിക്കും അതിനുള്ള കാരണം? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുന്നതും ചിലർ പറയും എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ വൈറസ് ഇങ്ങനെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്തായിരിക്കോ. ഹീറോ പറയും, ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു വൈറസോ ബാക്ടീരിയോ ഇത് ബാധിക്കാനാണെങ്കിൽ അമേരിക്ക മുഴുവനായിട്ട് 24 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിക്കും? ഒരിക്കലും സംഭവിക്കത്തില്ല. വൈറസ് എല്ലാം ബാധിച്ച് അത് പതിയെ പതിയെ മാത്രമേ, അതിന് ഒരുപാട് ദിവസങ്ങൾ എടുക്കും. അങ്ങനെ മാത്രമേ ഒരു ജീവി അത് പൂർണ്ണമായിട്ട് ബാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൊറോണ തന്നെ വരാനായിട്ട് 1 മാസമെങ്കിലും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നതും അതിലൊരുത്തം പറയും, ചിലപ്പോൾ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചത് കൊണ്ട് അതിനുള്ള എന്തെങ്കിലും വിപരീത ഫലമായിരിക്കോ, ഗ്ലോബൽ വാർമിങ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഹീറോ പറയും, എന്തൊക്കെയായാലും കോടിക്കണക്കിന് തേനീച്ചകളെ കാണാതായിട്ട് അത് ചത്തുപോയെങ്കിൽ അതിന്റെ ശരീരമെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കിട്ടുമല്ലോ, പക്ഷെ ഒന്നുപോലും കിട്ടിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് സ്റ്റുഡൻസിനോടെല്ലാം ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴത്തേക്കാണ് ഒരുത്തം മാത്രം ഇതിനൊന്നും മറുപടി പറയാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് തിരിഞ്ഞിട്ട് അവനോട് പറയും, ഹേയ്, ഞാൻ ഇത്രയും നേരം എല്ലാവരോടും ചോദ്യം ചോദിച്ചു, അവരെല്ലാവരും അതിനുള്ള മറുപടി തന്നു, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതും അവൻ പറയും, ഇത്രയും തേനീച്ചകളെ കാണാതാവാനായിട്ടുള്ള കാരണം ആൻ ആക്ട് ഓഫ് നേച്ചർ, പ്രകൃതി എന്തോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതും ഇവർക്ക് ആ ഒരു ഉത്തരം കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോ പറയും, ഓക്കെ, നീ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രകൃതിയിൽ എന്തെങ്കിലും വിപരീതമായിട്ടൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ബുക്ക് വായിച്ചോ അല്ലെങ്കിൽ പണ്ടെന്തെങ്കിലും കാലത്ത് ആ ഒരു സംഭവങ്ങൾ നടന്നിട്ട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കാര്യം എഴുതാത്ത പക്ഷം പ്രകൃതിയിൽ നടന്ന ആ ഒരു കാര്യം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു കോളേജിന്റെ പ്രിൻസിപ്പൾ അവിടേക്ക് വന്നിട്ട് ഹീറോയെ വിളിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ആ കോളേജിലെ എല്ലാ ലെക്ചർമാരും ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാണ്. എന്താണെന്ന് വെച്ചാൽ ആ ന്യൂയോർക്ക് സിറ്റിയിലെ ആ ഒരു പാർക്കുണ്ടല്ലോ, അവിടെ നടന്ന ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. എന്തോ ഒരു പകർച്ചവ്യാധി വന്നു, അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും സ്വയം അവരെ കൊല്ലുകയാണ്. ഇതൊരു സൂയിസൈഡ് അസുഖമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ഒരുപക്ഷെ ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കാം. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഈ ഒരു കോളേജ് അടച്ചിടാൻ പോവാണ് എന്നിങ്ങനെ പറയുന്നതും ഇവരുടെ ക്ലാസ്സിൽ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യം, ഇതുപോലെ പെട്ടെന്നൊരു ദിവസം തേനീച്ചകളെല്ലാം ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നും കാണാതാവണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മനുഷ്യനും ഇതുപോലെ അപ്രത്യക്ഷമാവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ എഴുതിയേക്കാണ്.
അതേസമയം തന്നെ ഈ ഒരു കോളേജിലെ മറ്റൊരു പ്രൊഫസറായിട്ടുള്ള ജൂലിയാൻ, അത് നമ്മുടെ ഹീറോയുടെ സുഹൃത്താണ്. അപ്പോൾ ജൂലിയാൻ ആണെങ്കിൽ ഹീറോയെ കണ്ടിട്ട് ഇതേപോലെയുള്ള പ്രശ്നം ഈ ഒരു സിറ്റിയിൽ മാത്രമാണ് നടക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്, നമുക്കെല്ലാവർക്കും അവിടേക്ക് പോയാലോ, അതുകൊണ്ട് നീ എന്നോടൊപ്പം വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതിന് തയ്യാറായിട്ട് ഇവർ വെളിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഹീറോ തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് അവിടെ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ, അതും ഒരു വല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും ജൂലിയൻ ആണെങ്കിൽ ഹീറോയോട് പറയും, എനിക്കറിയാം നീ അവള് കല്യാണം കഴിക്കുന്ന സമയം മുതൽ അവൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചു, ഓക്കെ അതല്ല ഇനി ശരിയാവുമെന്നെല്ലാം പറയുന്നതും ഇവിടെ അവൻ്റെ ഭാര്യയെ കാണിക്കുമ്പോഴത്തേക്കാണ്, ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അവൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ജോയി എന്ന് പറഞ്ഞ ഒരുത്തൻ ഫോണിൽ ഇങ്ങനെ വിളിക്കുകയാണ്. അത് കാണുന്നതും പെട്ടെന്ന് ഫോൺ എടുത്ത് താഴേക്ക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നു. ടി വിയിൽ ന്യൂസിലാണെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു വൈറസ് അറ്റാക്ക് ആണെന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർക്ക് ഗവൺമെന്റിന് പോലും ഇതിനൊരു മാർഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അതുമല്ലാതെ ഈ ഒരു കാര്യം കൂടുതലായിട്ട് നടക്കുന്നത് അടുത്തുള്ള സിറ്റികളിലെ പാർക്കുകളിലാണ്. അവിടെയുള്ളവർക്കാണ് ഈ ഒരു അസുഖം ബാധിച്ചിട്ട് അവർ സൂയിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഇവരാണെങ്കിലും ഹീറോയുടെ സുഹൃത്തിന്റെ അമ്മ താമസിക്കുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് എല്ലാവരും തയ്യാറായി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള ടി വിയിൽ ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴേക്കാണ് അതിൽ പറയുന്നത്, മരിച്ചുപോയവരുടെ ബോഡി എടുത്ത് ഇവർ പരിശോധിക്കുമ്പോൾ ശരീരത്തിനുള്ളിലെ എയർബോൺ ടോക്സിൻ എന്ന് പറഞ്ഞ എന്തോ ഒന്നുണ്ട്. അതാണെങ്കിലും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അതൊരു ടോക്സിൻ പോലെ ശരീരത്തിനുള്ളിൽ മുഴുവനായിട്ടും ബാധിക്കുമ്പോൾ അത് കാരണമാണ് മനുഷ്യർ സൂയിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ല, ഇതൊരു പകർച്ചവ്യാധിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നതും ഇവർ രണ്ടുപേരും ഇപ്പോൾ ജൂലിയന്റെ കൂടെയാണെങ്കിൽ അവന്റെ മകളുണ്ട്. അതേപോലെ തന്നെ ഇവർ ഹീറോയിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഹീറോയിനും അവിടേക്ക് വരുന്നു. അതുമല്ല ജൂലിയന്റെ ഭാര്യ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ബസ്സിൽ ഇവരെ ഫോളോ ചെയ്ത് തന്നെ വരുന്നെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറെടുക്കുന്നതും അമേരിക്കയിലെ മറ്റൊരു സിറ്റിയിലെ അടുത്തൊരു പാർക്ക് കാണിക്കാണ്. ഏകദേശം 11:33 സമയം. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു സിറ്റിയിലും എല്ലാവരും നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവരും പ്രതിമ പോലെ ഇങ്ങനെ അനങ്ങാൻ നിൽക്കുന്നു. അതിൽ ചിലരാണെങ്കിൽ റിവേഴ്സിൽ നടന്നു പോകുന്നു, ട്രാഫിക് ജാം ആവുന്നു. ആ ഒരു സമയത്ത് ഒരു പോലീസുകാരൻ തൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് തലയിലേക്ക് ഷൂട്ട് ചെയ്ത് മരിച്ചു വീഴാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ആ ഒരു അസുഖം പിടിച്ചിട്ടുണ്ട്. അതുമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യർക്ക് മാത്രമേ ബാധിക്കുന്നുള്ളൂ, മൃഗങ്ങൾക്കും പക്ഷികൾക്കോ ഒന്നും ഇത് ബാധിക്കുന്നതുമില്ല. നേരത്തെ പോലീസുകാരനൊരുത്തൻ മരിച്ചു വീണല്ലോ, അവന്റെ തോക്കെടുത്ത് വേറൊരുത്തൻ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. അത് കാണുന്നത് മറ്റൊരാൾ വന്ന് തോക്കെടുത്ത് അവരുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവരും മരിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ഓരോരുത്തരെ സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതേസമയം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും എന്തോ ഒരു വഴക്കായിട്ട് ഹീറോയിൻ പറയും, ഞാൻ ഒറ്റയ്ക്ക് അടുത്തൊരു ബോഗിയിൽ വരാം എന്നും പറഞ്ഞ് ഒരേ ട്രെയിൻ തന്നെയാണ് അടുത്തൊരു കമ്പാർട്ട്മെന്റിൽ അവൾ കയറിയിട്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ജോയി എന്ന് പറഞ്ഞ അവൻ ഹീറോയിനെ വിളിക്കുന്നു. അപ്പോൾ അവൾ പറയും, നീ എന്തിനാ എന്നെ വിളിച്ച് വെറുതെ ശല്യപ്പെടുത്തുന്നേ, എന്നോട് കോഫി അടിക്കാനായിട്ട് വന്നത് ശരി തന്നെയാണ് എന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നതും ഹീറോ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഇതേപോലെ ഒരു അസുഖം ബാധിച്ചല്ലോ, അതേപോലെ തന്നെ മറ്റൊരു സിറ്റിയിലും അസുഖം ബാധിച്ചെന്നുള്ള കാര്യം ഹീറോയിനോട് വന്നിങ്ങനെ പറയാണ്. അതേസമയം നമ്മുടെ ജൂലിയൻ ആണെങ്കിൽ അവന്റെ ഭാര്യയെ വിളിക്കുമ്പോഴത്തേക്കും അവൾ ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റായിട്ടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. സിഗ്നൽ കട്ടായതാണോ എന്താണെന്ന് അറിയത്തില്ല. അതേസമയം ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. എന്താണ് സംഭവിക്കുന്ന അറിയാതെ എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ കാര്യമൊന്നുമില്ല ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കും ട്രെയിനിന്റെ ഡ്രൈവർ പറയും, ഇനി അങ്ങോട്ട് ട്രെയിൻ ഓടിക്കാൻ കഴിയത്തില്ല, ഇനി അങ്ങോട്ട് പോകത്തില്ല എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് പറയും. എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോ കാരണം ചോദിക്കുമ്പോൾ ഞങ്ങളെ കൊണ്ട് ഇനി ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്? ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ആ ഒരു സ്റ്റേഷനുകളിലുള്ള എല്ലാവരോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു, പക്ഷേ അവരാരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും മരിച്ചെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ ശരി, ഇനിയിപ്പോൾ വേറെ വഴിയില്ല, എല്ലാവർക്കും നടന്നു പോകാമെന്ന് പറഞ്ഞ് അടുത്തുള്ള ആ ഒരു കാട്ടിലൂടെ ട്രെയിനിലുള്ള എല്ലാവരും നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് അടുത്ത് ചെറിയൊരു പട്ടണമുണ്ട്. അവിടേക്ക് വന്ന് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി ആഹാരമെല്ലാം കഴിച്ച് ഓരോരുത്തർ പരസ്പരം എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്യുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തുള്ളൊരു മുത്തശ്ശി പെട്ടെന്ന് അവരുടെ ഫോൺ എടുത്തിട്ട് ഇതിന്റെ സഹോദരി എനിക്ക് അയച്ചു തന്നാണ് എന്നും പറഞ്ഞ് ആ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുന്നതും എല്ലാവരും അതിങ്ങനെ കാണുന്നു. എന്താണ് അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ സൂയിൽ ജോലി ചെയ്യുന്ന ഒരുത്തനെ ഈ ഒരു അസുഖം ബാധിച്ചിട്ട് എന്തായാലും മരിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് അടുത്തുള്ള ആ ഒരു സിംഹക്കൂട്ടിലേക്ക് കയറി എന്നെ കടിക്കുന്നുള്ള രീതിയിൽ കൈയെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ആ ഒരു സിംഹങ്ങളെല്ലാം കൂടി അവന്റെ കൈയെല്ലാം കടിച്ച് കീറി അവനെ കടിച്ചു കൊല്ലുകയാണ്. ഈ ഒരു രീതിയിലും പലരും മരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഇവർ കാണുകയും ചെയ്യുന്നു. അതേസമയം ടി വിയിൽ വീണ്ടും കാണിക്കുമ്പോഴത്തേക്കും ന്യൂസിൽ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ടെററിസ്റ്റ് അറ്റാക്ക് അല്ല, വേറെ എന്തോ ആണ്. അതുമല്ലാതെ ഇത് പ്രധാനമായിട്ടും ഈ പാർക്കുകളുണ്ടല്ലോ, ജനങ്ങൾ കൂടുതലായിട്ടും തിങ്ങി നിൽക്കുന്ന ആ ഒരു സ്ഥലം, അവിടെയാണ് ആദ്യം ബാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ചെറിയ പട്ടണങ്ങളിലായിട്ട് ഇതിങ്ങനെ ബാധിക്കാൻ തുടങ്ങും. അതുമല്ല ഇപ്പോൾ ഈ ഒരു അസുഖം ബാധിച്ച സ്ഥലങ്ങളെല്ലാം ടി വിയിലൂടെ അവരിങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോഴേക്കാണ് അതിലുള്ള ഒരുത്തൻ ചോദിക്കുന്നത്, അല്ല നമ്മളുള്ള ഈ ഒരു ഷോപ്പ് അതിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിലൊരുത്തൻ ആ ഒരു ഷോപ്പുള്ള സ്ഥലം ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നതും എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവർ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് ചുറ്റുമായിട്ടും ആ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ നടുവിൽ പെട്ടുപോയി. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഒരു ഷോപ്പിനുള്ളിലെയും പവറെല്ലാം കട്ടാവുന്നു. അപ്പോഴേക്കാണ് അതിലൊരുത്തൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ശരി എന്താണെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും ഇവിടെ നിന്ന് 90 മൈലുള്ള എൻ്റെ റിലേറ്റീവ്സിനൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയുന്നതും ഇത് കേട്ട എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വെളിയിലുള്ള കാറെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പലരും പല രീതിയിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ പല കാറുകളിലും സഹായം ചോദിച്ചിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടെങ്കിലും അവരാരും നിർത്തുന്നത് പോലുമില്ല. അങ്ങനെ ഒരു വിധത്തിൽ കൈയെല്ലാം കാണിച്ചിട്ട് 2 വണ്ടികൾ ഇപ്പോൾ നിർത്തുകയാണ്. അപ്പോഴേക്കും ജൂലിയൻ ആണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അവൾ ബസ്സിലാണ് വരുന്നത്, ഇപ്പോഴാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല, അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാതെ എനിക്കെങ്ങനെ വരാൻ കഴിയും, അതുകൊണ്ട് എൻ്റെ മകളെ നിങ്ങൾ സേഫായിട്ട് കൊണ്ടുപോയിക്കോ, ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം എന്നും പറഞ്ഞ് അവൻ്റെ മകളെ ഇവരെ ഏൽപ്പിച്ചിട്ട് ഹീറോയിനോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും എൻ്റെ മകളുടെ കൈ വിടരുത് എന്നെല്ലാം പറഞ്ഞ് ജൂലിയൻ അടുത്തുള്ളൊരു വണ്ടിയിൽ കയറി അവനിങ്ങനെ പോകുന്നു. ഇവരാണെങ്കിലും ഒരു മുത്തശ്ശിയും ഒരു വയസ്സായിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ കാറിൽ കയറി അയാളുടെ വീട്ടിലേക്ക് ചെല്ലാണ്. കാരണം അയാളാണെങ്കിൽ ഈ ഫാമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതുപോലെ ഒരുപാട് ചെടികളൊക്കെ വളർത്തുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയും, ഈ ചെടികൾക്കെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും, നല്ലതുപോലെ അതിനോട് നമ്മൾ സംസാരിച്ച് അതിനെ വളർത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളരും എന്നെല്ലാം പറഞ്ഞ് ഇവർക്ക് കഴിക്കാൻ വേണ്ടി ഈ ഹോട്ട് ഡോഗ് ഉണ്ടല്ലോ, ഒരു ആഹാര സാധനമാണ്, അതെല്ലാം എടുത്ത് ഇവർ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു. അതേസമയം ജൂലിയനെ കാണിക്കുമ്പോൾ ജൂലിയൻ കയറിപ്പോയ ആ ഒരു വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ റോഡിലായിട്ട് മരങ്ങളിലെല്ലാം ഒരുപാട് പേര് തൂങ്ങി നിൽക്കുന്നു. എല്ലാവരും സൂയിസൈഡ് ചെയ്തവരാണ്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഈ വണ്ടിക്ക് അകത്തിരിക്കുന്ന ഒരുത്തി ഇത് കണ്ട് പേടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ ജൂലിയൻ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഏയ് നിങ്ങൾ കരയാതിരിക്കേ, ശരി ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറ എന്ന് പറഞ്ഞിട്ട് ഈ കണക്കിൽ 30 40 കൂട്ടി എത്ര വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചോദിക്കാണ്. അപ്പോൾ അവരെല്ലാം അത് പെട്ടെന്ന് ആലോചിക്കുന്ന സമയത്ത് അവരുടെ ടെൻഷന് കുറഞ്ഞു വരും. അതുമല്ല ആ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ തന്നെ അതൊരു വൈറസാണോ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അതുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി വണ്ടിയുടെ ഡോറെല്ലാം നല്ലതുപോലെ അടച്ച് എല്ലാം സേഫായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മുടെ ജൂലിയെ മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും മുകളിലത്തെ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോളുണ്ട്. പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, എന്തായാലും ഇവരെ ആ ഒരു വൈറസ് അറ്റാക്ക് ചെയ്തതായിരിക്കാം. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവൻ നേരെ വണ്ടി കൊണ്ടുവന്ന ഒരു മരത്തിലേക്ക് ഒരു ഒറ്റയിടി, അതിൽ തന്നെ വണ്ടിയിലുള്ള പാതി ആളുകളും മരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജൂലിയൻ മാത്രം മരിച്ചില്ല, അവൻ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് വന്നിരിക്കുകയാണ്. രക്ഷപ്പെട്ടൊന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരിക്കലുമില്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ ഉടഞ്ഞു പോയ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് അവൻ്റെ കയ്യിലെ ഞരമ്പെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇവിടെ നമ്മുടെ ഹീറോയിനും ആ ഒരു ചെറിയ പെൺകുട്ടി പിന്നെ വയസ്സായിട്ടുള്ള ആ 2 പേര്, അങ്ങനെ ഇവർ 5 പേരും കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ജൂലിയൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്, ആ ഒരു ഗ്രാമത്തിലുള്ള ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവർ പോകുന്ന വഴിയിൽ തന്നെ മുന്നിൽ എന്തൊക്കെയോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ മൃഗങ്ങളാണോ മനുഷ്യരാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോ തൻ്റെ കയ്യിലുള്ള ആ ഒരു ബൈനോക്കുലർ എടുത്തിട്ട് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും അത് മനുഷ്യർ തന്നെയാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണോ വേണ്ടേന്ന് ഇവരാലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ അടുത്തേക്ക് ഒരു പട്ടാളക്കാരൻ പെട്ടെന്ന് വരുന്നത്. അയാളുടെ പട്ടാള ക്യാമ്പിലും ഈ ഒരു വൈറസ് ബാധിച്ചിട്ട് അവിടെയുള്ള എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അയാളുടെ ഭാഗത്തും പ്രശ്നമുള്ളത് കൊണ്ടാണ് അയാൾ ഇവിടേക്ക് വന്നത്, അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ കഴിയത്തില്ല. അതേസമയം കാണിക്കുമ്പോൾ മറ്റൊരു വണ്ടി ഇവിടേക്ക് വരുന്നു. ഓടിച്ചെന്ന് തിരക്കുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തും ഇതേപോലെ പ്രശ്നമുള്ളത് കൊണ്ട് അവരിവിടേക്ക് വന്നു. അതേസമയം പലയിടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വന്ന എല്ലാവരും കൂടി നിന്നിട്ട് ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അതിലൊരു സ്ത്രീയുടെ മകള് അവരെ വിളിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ തൻ്റെ വീട്ടിലുണ്ട്, അതുമല്ല ചുറ്റിനുള്ള പലരും മരിച്ചു കിടക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു സ്ത്രീയോട് ഇങ്ങനെ പറയുന്നതും എല്ലാവരും ഈ ഒരു കാര്യം കേൾക്കാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവരോട് പറയും, നിങ്ങളുടെ മകളോട് ജനലും വാതിലും എല്ലാം അടച്ച് സേഫായിട്ടിരിക്കാൻ പറയും എന്നിങ്ങനെ പറയുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹീറോ ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴത്തേക്കാണ് ആ പെൺകുട്ടി മരിച്ചു പോകുന്ന ആ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. എന്തായാലും ആ ഒരു പെൺകുട്ടി മരിച്ചെന്ന് മനസ്സിലായി. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി ഹീറോയ്ക്ക് നല്ല വിഷമം. അതുമല്ല തൻ്റെ ഫ്രണ്ട് ജൂലിയനെ വിളിക്കുമ്പോഴത്തേക്കും അവനും ഫോൺ എടുക്കുന്നില്ല, അവനും മരിച്ചെന്ന് മനസ്സിലായി. ഹീറോ നല്ല രീതിയിൽ കരയുന്നതും ജൂലിയൻ്റെ മകൾ വന്നിട്ട് എൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾക്കും എന്തായാലും കാര്യം മനസ്സിലായി, അവളുടെ അച്ഛൻ മരിച്ചെന്ന്. അങ്ങനെ 2 പേരും ഒരുമിച്ചിരുന്ന് കരയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പട്ടാളക്കാരനും നമ്മുടെ ഹീറോയും മാപ്പ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ സിറ്റിയിലെ ജനങ്ങൾ കൂടുതലായിട്ടുള്ള സ്ഥലം ഏതാണോ അവിടെയാണ് ആദ്യം ഈ ഒരു അസുഖം ബാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് റോഡിലാണല്ലോ പിന്നീട് കൂടുതലായിട്ട് ആളുകൾ വരുന്നത്. അതുകൊണ്ട് ജനങ്ങൾ അധികമായിട്ടുള്ള സിറ്റി ഭാഗത്തേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. കൂടാതെ റോഡിലൂടെ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല, കാരണം അവിടെ എപ്പോഴും വണ്ടികൾ സഞ്ചരിച്ച് ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തുള്ള വയൽ വഴിയെ പോകാം. കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരിക്കലും പോകാൻ പാടില്ല, കാരണം
അതുകൊണ്ട് നമ്മൾ 2 ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്, 2 ദിശയിലേക്ക്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് എന്നും പറഞ്ഞ് ഇവർ 2 ഗ്രൂപ്പായിട്ട് 2 വഴി ഇങ്ങനെ പോവാണ്. അങ്ങനെ നമ്മുടെ പട്ടാളക്കാരൻ ഒരു ഗ്രൂപ്പ്, ഹീറോയിൻ ടീം ഒരു ഗ്രൂപ്പ്. അങ്ങനെ പട്ടാളക്കാരൻ്റെ ഗ്രൂപ്പ് നടന്ന് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ കൂടെയുള്ള എല്ലാവരും അങ്ങനെ നിൽക്കുന്നു അനങ്ങാതെ. എന്താണെന്ന് വെച്ചാൽ അവരെയും ആ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അതുമല്ല പട്ടാളക്കാരനാണെങ്കിലും പതിയെ റിവേഴ്സ് നടന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് തലയിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടപ്പേ 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 എന്നും പറഞ്ഞ് കൂടെയുള്ള എല്ലാവരും തോക്കെടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാവരും മരിച്ചു. ഈ ഒരു ശബ്ദം മറ്റൊരു ടീമായിട്ട് നടന്നു പോകുന്ന നമ്മുടെ ഹീറോയിൻ ടീമും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്? ആദ്യം സിറ്റിയിൽ, പിന്നെ റോഡിൽ, ഇപ്പോഴത്തെ ഇവിടെയും എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് ഹീറോയിനെ നിൽക്കുന്നതും എല്ലാവരും പേടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, പ്ലീസ് എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കും, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറയുന്നതും അവരപ്പോഴും മിണ്ടാതിരിക്കുന്നില്ല. അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ എന്ന് ചോദിക്കുന്നതും അവരെല്ലാവരും മിണ്ടാ നിൽക്കാണ്. ശരി, ഇനി ഞാൻ ആലോചിക്കട്ടെ. എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണം. പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് ജനങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. അതുമല്ല എല്ലാവരും മരിച്ചെടുക്കുന്ന ആ ഒരു സ്ഥലങ്ങളിലാണെങ്കിൽ മരങ്ങൾ, ചെടികൾ ഇതെല്ലാം കൂടുതലായിട്ടും ഉണ്ട്. അതുപോലെ സിറ്റിക്കുള്ളിലെ ഇതെല്ലാം കൂടുതലായിട്ടുള്ള സ്ഥലം ഏതാണ്? പാർക്കാണ്. അങ്ങനെയാണെങ്കിൽ മരങ്ങൾ, ചെടികൾ ഇതിൽ നിന്നായിരിക്കണം ആ ഒരു അസുഖം മനുഷ്യനെ ബാധിക്കുന്നത്. മരങ്ങളും ചെടികളും മനുഷ്യനെ കൊല്ലാൻ വേണ്ടി എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. അത് കാറ്റിലൂടെ എന്തോ ഒന്ന് മനുഷ്യരിലേക്ക് വിടുമ്പോഴത്തേക്കാണ് മനുഷ്യൻ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നത്. അതുമല്ല മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മനുഷ്യർ കൂടുതലുള്ള സ്ഥലങ്ങൾ, അതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകിലും മനുഷ്യർ കൂട്ടമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവർ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം അല്ലെങ്കിൽ വിയർപ്പ്, അതിൻ്റെ സ്മെല്ല്, ഇങ്ങനെ എന്തെങ്കിലും വെച്ച് മനസ്സിലാക്കിയായിരിക്കാം ഈ ഒരു മരങ്ങളും ചെടികളും മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ആ ഒരു വൈറസിനെ പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കൂട്ടം കൂടി നിന്നുകൂടാ എന്നുള്ള രീതിയിൽ എല്ലാവരും പലയിടങ്ങളിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നതും അപ്പോഴേക്കും ഇവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് ഇതിനുള്ള മാർഗം. മനുഷ്യനെ ഇതേപോലെ കൊല്ലുന്നത്, സത്യത്തിൽ ഇതേപോലെ മനുഷ്യനെ കൊല്ലുന്നത് മരങ്ങളും ചെടികളും പുല്ലുകളും തന്നെയാണ്. മനുഷ്യരെ കൂട്ടം കൂടി നിൽക്കുമ്പോഴത്തേക്കും അതിന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും ഈ മരങ്ങൾക്കും ചെടികൾക്കും ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പാടായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവർ നടക്കുമ്പോഴത്തേക്കും ഇവരെയും ആ ഒരു ചെടികളും മരങ്ങളെല്ലാം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടി അടുത്തുള്ളൊരു വീടിനടുത്തേക്ക് ചെല്ലും. അങ്ങനെ ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് ഇവരുടെ കയ്യിലുള്ള ആ ഒരു മാപ്പ് വെച്ചിട്ട് ഇനിയിപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്നല്ല ഇവരിങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പോഴേക്കും നോക്കുമ്പോൾ വീടിനകത്തും ഒരു ചെടി ഇങ്ങനെ നട്ടിട്ടുണ്ട്. അത് കാണുന്നത് ഹീറോ പെട്ടെന്ന്, സോറി, ഇതിനു മുന്നേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത് എന്നെല്ലാം പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും ഒരു റിയൽ ചെടിയല്ല, പ്ലാസ്റ്റിക് ചെടിയായിരുന്നു. ഷെടാ, ഒരു പ്ലാസ്റ്റിക് ചെടിയോടാണല്ലോ ഇത്രയും നേരം സംസാരിച്ചത് എന്നുള്ള രീതിയിൽ ഹീറോ അങ്ങനെ നിന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കൂടെ 2 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന ആഹാരമെല്ലാം കഴിച്ചിട്ട് ഇവർ പതിയെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ആ ഒരു വീടിനടുത്തേക്ക് സിറ്റിയിലുള്ള പല ആളുകൾ, ഒരുപാട് പേരിപ്പോൾ ആ ഒരു വീടിനകത്തേക്ക് ഓടിക്കയറുന്നു. അതുമല്ല വരുന്നവർ 1-2 പേരൊന്നല്ല, 20-30 പേര് ഓടി വരുമ്പോഴത്തേക്കും ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് ഇവരെല്ലാവരും ആ ഒരു ചെടികളും മരങ്ങളും മനസ്സിലാക്കി അവരെയും അവിടെ വെച്ച് തന്നെ കൊല്ലാണ്. കാണിക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും അനങ്ങാതിങ്ങനെ നിന്നിട്ട് അതിലൊരുത്തനാണെങ്കിൽ ഈ പുല്ല് വെട്ടുന്നൊരു മെഷീനുണ്ട്, അത് ചെന്ന് ഓൺ ചെയ്ത് അതിൻ്റെ മുന്നിലേക്ക് ചെന്ന് കിടക്കുന്നതും അവനെ പീസായിട്ട് അരിഞ്ഞ് ആ ഒരു മെഷീൻ കളയുന്നു. ഒരുത്തൻ അങ്ങനെ മരിക്കുന്നത് കാണുന്നവരെല്ലാം അതേപോലെ തന്നെ അതിന് മുന്നിലേക്ക് വന്ന് കിടന്ന് എല്ലാവരും അങ്ങനെ തന്നെ മരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ 5 പേരും അവിടെ നിന്നും കുറേ ദൂരം നടന്ന് അടുത്തൊരു വീട്ടിലേക്ക് ചെല്ലാണ്. കാരണം കൂടെ ആ ഒരു ചെറിയ പെൺകുട്ടിയുണ്ടല്ലോ, അവൾക്ക് വിശക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ ചെന്നിട്ട് ഒരു വീട് കണ്ടുപിടിക്കുന്നതും ആ വീടിനടുത്തേക്ക് ചെന്ന് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് വീടിനകത്ത് ആരൊക്കെയോ ഉണ്ട്, പക്ഷെ അവർ തുറക്കത്തില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ അകത്തേക്ക് കയറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് ആ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് ഞങ്ങളിലേക്കും ബാധിക്കും, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടത്തില്ല എന്ന് പറയുന്നതും ഇവർ പറയുന്നുണ്ട്, പ്ലീസ് ഞങ്ങളോടൊപ്പം ഒരു കുട്ടിയുണ്ട്, അതിനെന്തെങ്കിലും കഴിക്കാൻ വേണം, നിങ്ങളൊന്ന് കഥ തുറക്കുമെന്ന് പറയുമ്പോൾ അവർ കേൾക്കുന്നില്ല. അപ്പോഴേക്കും കൂടെയുള്ള ആ 2 പയ്യന്മാരുണ്ടല്ലോ, അവർ 2 പേരും കഥയിലൊക്കെ ഇട്ട് തട്ടി ജനലൊക്കെ തുറക്കാൻ പറയുന്നു. കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാത്ത എന്താണെന്നെല്ലാം പറയുന്നത്. അവർ ബഹളം വെക്കുന്നതും കുറച്ചു നേരം സംസാരിച്ചിരുന്നെങ്കിൽ എന്തായാലും അവർ തുറക്കുമായിരുന്നു. ഒരുപക്ഷെ ഇവരിങ്ങനെ ബഹളം വെക്കുന്നത് കൊണ്ട് അവർ എന്തായാലും തുറക്കത്തില്ല. എല്ലാവരും പേടിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ പിള്ളേരെ ഇതേപോലെ കാണിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും തുറക്കോ? ഒരിക്കലുമില്ല. അങ്ങനെ ഈ പിള്ളേരാണെങ്കിലും നിർത്താതെ ഡോർ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നതും അതിൽ പെട്ടെന്ന് അയാൾ ഡോർ തുറന്ന് ഒരു തോക്കെടുത്ത് മുന്നിൽ നിൽക്കുന്ന ആ ഒരു ചെറുക്കനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അത് കഴിഞ്ഞ് രണ്ടാമതുള്ള ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെയും കൊല്ലുകയാണ്. കാരണം വേറെ വഴിയില്ല, മനുഷ്യനെ തന്നെ വെറുക്കേണ്ട അവസ്ഥയാണ് മറ്റൊരു മനുഷ്യനിപ്പോൾ ഉള്ളത്.
അങ്ങനെ ഇവര് മൂന്നുപേരും ഇവിടെ നിൽക്കാതെ അവിടെ നിന്ന് പേടിച്ചിങ്ങനെ ഓടാണ്. വേറെ വഴിയില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെയും കൊല്ലും. അതേസമയം ആ വീടിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും വയസ്സായിട്ടുള്ള 2 മുത്തശ്ശിമാരെ മുഖത്താണെങ്കിലും മാസ്ക് എല്ലാം ഇട്ടിട്ട് അവര് TV ന്യൂസ് കണ്ടിങ്ങനെ ഇരിക്കുന്നു. കാരണം അവർക്ക് ഇപ്പോൾ വേറെ വഴിയില്ല, ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഹീറോയും ഒരു വിധത്തിൽ ആ ഒരു ചെറിയ പെൺകുട്ടിയെയും കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ ആളൊന്നും ഇല്ലാത്ത ഒരു വീട് കണ്ടുപിടിച്ചു. അങ്ങനെ ആരുമില്ലാന്ന് വിചാരിച്ചിട്ട് നേരെ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു മുത്തശ്ശിയുണ്ട്. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്താ വീട്ടിൽ ആരും ഇല്ലെന്ന് വിചാരിച്ചോ, ഞാനിവിടെ ഉണ്ട് എന്നും പറഞ്ഞ് ഹീറോയുടെ കൂടെയുള്ള ആ ഒരു ഭാര്യനെയും കുട്ടീനെയും കാണുമ്പോഴത്തേക്ക് അവർ പറയും, ഓക്കെ ശരി അകത്തേക്ക് വാ, നിങ്ങൾക്ക് ആഹാരം തരാമെന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കൊണ്ടുപോയിട്ട് അന്നത്തെ ദിവസം രാത്രി കഴിക്കാനായിട്ട് ഇവർക്ക് ആഹാരം എല്ലാം കൊടുക്കുന്നു. കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇന്നത്തെ ദിവസം ഒരു സേഫാണ്. പക്ഷേ ഈ ഒരു മുത്തശ്ശിയാണെങ്കിലോ ഒരു സൈക്കോ മുത്തശ്ശിയാണെന്ന് തോന്നുന്നു. കാരണം ആ ഒരു ചെറിയ പെൺകുട്ടി എന്തോ ഒരു കാര്യം എടുക്കാനായിട്ട് ഇങ്ങനെ കൈ എത്തുന്നതും അവളുടെ കയ്യിലേക്ക് ഒരു ഒറ്റയടി. ഞാൻ പറയാതെ ഒന്നിലും തൊട്ടുപോരുത്. ശരി, ഈ ഒരു സ്ഥലത്ത് ഞാൻ മാത്രമേ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ. എനിക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ ഇതെല്ലാം ഞാൻ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ പ്രകൃതിയിൽ നിന്നാണ് ആഹാരം തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ള ഇങ്ങനെ പറഞ്ഞിട്ട്, ഓക്കെ ശരി നിങ്ങൾ ഇന്ന് പോവോ അതോ നാളെ പോകത്തുള്ളൂ? ഓക്കെ ശരി, നിങ്ങൾ ഇവിടെ തന്നെ കിടന്നോ. അതുമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ വീടിന് വെളിയിലായിട്ട് ഗസ്റ്റ് റൂം പോലെ ഒരു റൂം കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെയാണ് യുദ്ധം നടന്ന സമയത്ത് ഈ അടിമകളെല്ലാം കൊണ്ടിട്ടിരുന്നത്. ആ ഒരു റൂമിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലേ അടുത്ത റൂമിലെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു റൂമിൽ എന്തായാലും നിങ്ങളെ കൊണ്ടുവിടുന്നില്ല. ഇവിടെ തന്നെ മറ്റൊരു റൂമുണ്ട്, അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവരെ മറ്റൊരു റൂമിലേക്ക് ഇങ്ങനെ മാറ്റാണ്. അങ്ങനെ ഇവരാണെങ്കിൽ റൂമിൽ വന്നിട്ട് ഹീറോയും പറയുന്നുണ്ട്, ആ ഒരു ലേഡിയെ കണ്ടിട്ട് ഒരു സൈക്കോയെ പോലെ തോന്നുന്നുണ്ട്. ഒരു ചെറിയ പെൺകുട്ടിയെന്ന് പോലും നോക്കാതെയാണ് ആഹാരം എടുക്കുമ്പോഴത്തേക്കും കയ്യിൽ അടിച്ചിരുന്നത് എന്നല്ല ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശിയാണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒളിഞ്ഞു കേൾക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹീറോ പെട്ടെന്ന് ഡോർ തുറന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? എന്നെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുകയാണോ? അതോ എന്തെങ്കിലും മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കാൻ പോവാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ വെറുതെ സംസാരിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്നതും അവർ പറയും, എനിക്കെല്ലാം അറിയാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ കാണിക്കുമ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും ഹീറോയിനെയും ആ ഒരു ചെറിയ പെൺകുട്ടി അവിടെ കാണാനില്ല. ചേട്ടാ ഇവരെവിടെ പോയെന്നും പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയും കാണാനില്ല. ശരി, ആ ഒരു മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് അതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവരുടെ ബെഡിലെ ഒരു പാവ ഇങ്ങനെ കിടത്തേക്കുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും ആ ഒരു മുത്തശ്ശി, ഹേയ് നീ എന്താ എൻ്റെ റൂമിലേക്ക് വന്നേ? എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ അതോ എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, വെളിയിലേക്ക് പോകുന്നെല്ലാം പറഞ്ഞ് ഹീറോയെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഹീറോയെ ഒരുപാട് വഴക്ക് പറഞ്ഞ് എന്തായാലും അവർ സൈക്കോ ലേഡി തന്നെയാണ്. എന്നിട്ട് ഈ പച്ചക്കറികളെല്ലാം എടുക്കുന്നതിന് വേണ്ടിയിട്ട് തോട്ടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. തോട്ടത്തിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശിയെയും അതേ ആ ഒരു അസുഖം പിടിച്ചിട്ടുണ്ട്. അവര് ഇപ്പോൾ പതിയെ റിവേഴ്സിൽ നടന്നു വരുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി ഡോറെല്ലാം അടയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു വയസ്സായുള്ള സ്ത്രീ ആണെങ്കിൽ അവിടെ നിന്ന് എന്തായാലും അതിന്റെ പിടിയിൽ പെട്ടു. എന്നിട്ട് അവർ നടന്ന് ഈ ഒരു വീടിനടുത്തേക്ക് വന്നിട്ട് ജനാലയിൽ തല കൊണ്ട് ഇടിച്ചിടിച്ച് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ അവർ മരിക്കുമ്പോഴും ഇവരെ വെറുതെ വിടുന്നില്ല. അവർ ജനാല ഇടിച്ച് പൊട്ടിക്കുന്നത് കൊണ്ട് കാറ്റെല്ലാം അകത്തേക്ക് വരുന്നതും ഹീറോ ഓടിപ്പോയിട്ട് അടുത്തൊരു മുറിയിലേക്ക് കയറുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു ഷെഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനകത്ത് പോയി നമ്മുടെ ഹീറോയിനെ അവർ ചെറിയ പെൺകുട്ടി ഇങ്ങനെ കളിക്കുന്നു. അപ്പോൾ അവരവിടെ നിന്ന് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു റൂമിൽ നിന്ന് കേൾക്കാൻ കഴിയും. കാരണം നടുവിലൂടെ എന്തോ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട്. അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് അവരോട് പറയും, ഹേയ് ഇവിടെ ആ ഒരു അസുഖം വന്നിട്ടുണ്ട്, ആ ഒരു സ്ത്രീ ആണെങ്കിലും മരിച്ചുപോയി, അതുകൊണ്ട് നിങ്ങൾ സേഫായിട്ട് കതകും ജനലെല്ലാം അടച്ച് അതിനകത്ത് ഇരിക്കാൻ പറയുന്നതും ഇവരും അതുപോലെ തന്നെ ചെയ്യാണ്. അതുമല്ല ഹീറോയ്ക്ക് എന്താണ് പേടിയെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ആ ഒരു ജനലുടഞ്ഞ് കാറ്റെല്ലാം കയറിയത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോയും മരിക്കും എന്നുള്ള പേടിയില്ലേ. അവൻ ആദ്യം ഹീറോയിനെ എങ്ങനെയാണോ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന സമയത്ത് ഹീറോയിനെ അവൻ എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്തത് ആ ഒരു രീതിയിൽ ഇപ്പോഴും ഹീറോയിനെ പ്രപ്പോസ് എല്ലാം ചെയ്യുന്നു. ഇപ്പോൾ അവസാനമായിട്ട് മരിക്കുന്നതിന് മുന്നേ അതെങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട്. അതേസമയം ഹീറോയിനാണെങ്കിലും, സോറി നിന്നോട് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്, ഒരു തവണ ഒരുത്തനോട് കോഫി കുടിക്കാനായിട്ട് ഞാനിങ്ങനെ പോയിരുന്നു, അത് വലിയൊരു തെറ്റായിരുന്നു, എനിക്ക് ഇപ്പോഴാണ് അത് തോന്നുന്നത്, എന്നോട് നീ ക്ഷമിക്കണമെന്നെല്ലാം പറയുമ്പോഴത്തേക്ക് എന്തായാലും മരിക്കാൻ പോവല്ലേ, അതുകൊണ്ട് ക്ഷമിക്കുന്നുള്ള രീതിയിൽ ഹീറോയും അവളോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഭാഗത്തുള്ള തെറ്റുകളും പരസ്പരം രണ്ടുപേരും ക്ഷമിക്കുകയാണ്. ഓക്കെ ശരി, എന്തായാലും ഇനിയിപ്പോൾ മരിക്കാൻ പോവാണ്, ഇവർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മരിക്കുമ്പോഴെങ്കിലും ഒരുമിച്ച് മരിക്കാന്നുള്ള രീതിയിൽ ഹീറോ രണ്ടും കൽപ്പിച്ച് ആ ഒരു ഡോറും തുറന്ന് വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്നു. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ വിളിച്ച് വെളിയിലേക്ക് നടന്നു വരികയാണ്. രണ്ടുപേരും മരിക്കാന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് നടന്നു വരുന്നത്. നടന്നു വന്ന് അടുത്തേക്ക് വന്നിട്ട് കൈ പിടിച്ച് അങ്ങനെ നിൽക്കുന്നതും കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇവർ വീണ്ടും വീടിനകത്തേക്ക് കയറിയിട്ട് എന്ത് പറ്റിയെന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ താഴെ ഒരു റൂമുണ്ട്, അതിനകത്ത് പോയി ഇരുന്നിട്ട് ആ ഒരു മുത്തശ്ശി വെളിയിലേക്ക് പോയപ്പോൾ അവർ മരിച്ചു, നമ്മളെന്താ മരിക്കാഞ്ഞേ എന്നിങ്ങനെ കാണിച്ചുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് 3 മാസത്തിന് ശേഷം ഈ ഒരു ലോകം എങ്ങനെ ഉണ്ടാവുമെന്നാണ്. കാണിക്കുമ്പോഴത്തേക്കും ഇവരിപ്പോൾ സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ആ ഒരു കുട്ടിയാണെങ്കിൽ ഇവരുടെ കൂടെയുണ്ട്. അതുപോലെ അതെ ആ ഒരു പെൺകുട്ടിയെ ഇവരുടെ മകളെ പോലെയാണ് ഇവർ നോക്കുന്നത്.
എന്നിട്ട് സ്കൂൾ ബസ്സിൽ ഇങ്ങനെ കയറ്റി വിടുന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് TV ന്യൂസിൽ കാണിക്കുമ്പോൾ TV ഒരു ഇന്റർവ്യൂ ഇങ്ങനെ നടക്കാണ്. അതിലാണെങ്കിൽ അവർ പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത്, അല്ല എന്തായിരിക്കും സംഭവിച്ചത്, ഇത്ര ലക്ഷം പേര് പലയിടങ്ങളിലായിട്ട് മരിച്ചു, ഇതിനുള്ള കാരണം എന്താണ് എന്നെല്ലാം ചോദിക്കുന്നതും ഇവരതിനെപ്പറ്റി ഒരുപാട് റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു. അതിലൂടെ ഇവർക്ക് മനസ്സിലായത് ഈ മരം ചെടി ഇതിൽ നിന്നെല്ലാം എന്തോ ഒരു കെമിക്കൽ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ആ ഒരു കെമിക്കൽ കാറ്റിൽ കലർന്ന് അടുത്തുള്ള മനുഷ്യരാരൊക്കെയാണോ അവരുടെ ഉള്ളിലേക്ക് ഇത് പ്രവേശിക്കുന്നതും അവരുടെ മൈൻഡ് തന്നെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എല്ലാവരും സ്വയം മരിക്കുമായിരുന്നു. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന അവരടുത്ത് ചോദിക്കും, ഓക്കെ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതെല്ലാം നമ്മൾ വിശ്വസിക്കണമെന്നാണോ? അപ്പോൾ ഒരു സയന്റിസ്റ്റ് അയാൾ പറയും, ഇതെല്ലാം നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ, കാരണം ഇത് സയൻസിനെ കൊണ്ടുപോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഈ മരത്തിനും ചെടികൾക്കെല്ലാം നമ്മൾ മനുഷ്യരോട് എന്ത് ദേഷ്യമാണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഭൂമിയെ നമ്മൾ മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഈ മരങ്ങൾക്കും ചെടികൾക്കും ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിൽ അതുകൊണ്ടായിരിക്കും മനുഷ്യരെ എല്ലാവരെയും ഇവർ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണിത്. ഒരിക്കലും മനുഷ്യൻ മാത്രമാണ് ഈ ഒരു ഭൂമിക്ക് അവകാശി എന്നൊരിക്കലും വിചാരിക്കരുത്. പകരം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കണം എന്നിങ്ങനെ പറയുന്നതും അവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൾ റൂമിലിരിക്കുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അതിലാണെങ്കിൽ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തില് ഹീറോയും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് അവൾ വന്നിട്ട് പറയും, നീ ഒരു അച്ഛനാവാൻ പോവാണെന്ന് ഇങ്ങനെ പറയുന്നതും രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇപ്പൊ എന്താണ് ഈ ഒരു മൂവിയിൽ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ മൂവിയിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ മനുഷ്യർ മാത്രം ഈ ഒരു ലോകത്തെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനുഷ്യർ പല രീതിയിൽ അറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ ഈ ഒരു ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ മാത്രമല്ല ഈ ഭൂമിയിൽ മറ്റ് പല ജീവജാലങ്ങളും ജീവിക്കുന്നുണ്ട്. അതിനെല്ലാം ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിനെ തടഞ്ഞുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇതിഷ്ടപ്പെടാതെ വരുന്നപ്പോഴത്തേക്കും പ്രകൃതി തിരിച്ച് മനുഷ്യനോട് പ്രതികാരം ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ഭൂമിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള പല ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കണം, എന്നാലേ ഇവർക്കും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിലാണ് ഈ മരങ്ങളും ചെടികളും മനുഷ്യനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യരെ കൊല്ലുന്നതും. ഇപ്പോൾ വെറുതെ പറയുകയാണെങ്കിൽ പ്രളയം, സുനാമി, ഭൂമി ഒലിക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുമല്ലോ പ്രകൃതിക്ക് ദേഷ്യം വന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രകൃതിയിൽ മനുഷ്യൻ ചെയ്ത് കൂട്ടിയതിന് പ്രകൃതി മനുഷ്യന് തരുന്ന ശിക്ഷയാണ് ഇതെല്ലാം എന്ന്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു മൂവിയിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മൂവീസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.